കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാനും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുവാനും ഈ ദിവസത്തിൽ വേണ്ടുന്നതായ ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാനും ഇന്നീ പ്രഭാതത്തിൽ നമ്മെ ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രി കാലങ്ങളിലെല്ലാം ദൈവം നമുക്ക് നല്ലവനും വിശ്വസ്തനുമായിരുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ ആലോചനകളും നിർദ്ദേശങ്ങളെല്ലാം നമ്മളുടെ പ്രാണനോട് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം കർത്താവ് നമുക്ക് ഈ പകൽക്കാലം കൃപ നൽകി തെരുമാറാകട്ടെ. പ്രാരംഭമായ ദൈവത്തെ സ്തുതിച്ച് ദൈവവചനം ധ്യാനിച്ച് നമുക്ക് കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ആമേൻ. നമുക്ക് ഒരു ദൈവവചന ഭാഗം വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനഭാഗം വായിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ദൈവം വിവിധ തരത്തിലുള്ള കഴിവ്, ദൈവം വിവിധ തരത്തിലുള്ള സാമർഥ്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില മനുഷ്യരെ കാണുമ്പോൾ അവർ ഒരു പ്രയോജനമില്ലാത്ത മനുഷ്യരാണ് എന്നും ഒരു കഴിവില്ലാത്തവരാണ് എന്നും മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ധരിക്കും. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ധരിക്കാറുണ്ട്, ഞാനൊരു കഴിവില്ലാത്തവനാണ്, ഞാനൊരു സാമർഥ്യമില്ലാത്തവനാണ് എന്നൊക്കെയും നമ്മൾ മറ്റു പലരെയും താരതമ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുകയും ചിലപ്പോൾ നിരാശപ്പെടുകയും അങ്ങനെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളും ധാരാളം ലോകത്തിലുണ്ട്. പക്ഷെ അതെല്ലാം അവരുടെ അറിവില്ലായ്മകളാണ്. ദൈവം ഓരോ മനുഷ്യർക്കും അവരുടേതായിരിക്കുന്ന കഴിവുകളും സാമർഥ്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഓരോ സന്ദർഭങ്ങളിലാണ് അതിന് ആവശ്യം വരുന്നത്. ആ ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ദൈവം അവർക്ക് കൊടുക്കും. അങ്ങനെ അവർ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിത്തീരും. എന്നാൽ നിരാശ വരുന്നവരെ സംബന്ധിച്ച് അവരുടെ ആ കഴിവ് ഉപയോഗിക്കാൻ സാധിക്കാതെ അവർ ഈ ലോകത്തു നിന്ന് മൺമറഞ്ഞു പോവുകയാണ്. ഇന്ന പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇബ്താഹ് എന്ന് പറയുന്ന ഒരു ഇസ്രായേലിൻ്റെ ന്യായാധിപനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇബ്താഹ് തൻ്റെ കുടുംബത്തിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് ആ കാലത്ത് ഇബ്താഹ് ഒരു സാധാരണ മനുഷ്യനാണ്. തൻ്റെ കുടുംബത്തിൽ തൻ്റെ സഹോദരന്മാരോടൊക്കെ ഒരുമിച്ച് വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്താഹിനെ അവൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി. കാരണം അവൻ വേശ്യാപുത്രനാണ്.
അതുകൊണ്ട് ഭവനത്തിൽ അവന് അവകാശമൊന്നുമില്ല എന്ന് പറഞ്ഞ സഹോദരന്മാർ അവനെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി അവൻ ദൂരദേശത്ത് തോബ് എന്ന് പറയുന്ന ഒരു ദൂരദേശത്ത് പോയി അവിടെ താമസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇബ്താഹിന് തൻ്റെ ഭവനത്തിൽ യാതൊരു അവകാശങ്ങളോ യാതൊരു വിധമായിരിക്കുന്ന നന്മകളോ ഇല്ല. കാരണം അതിൽ അവന് യോഗ്യതയില്ല എന്ന് അവൻ്റെ സഹോദരന്മാർ അവനെ വിധിച്ചിരിക്കുകയാണ്. അവൻ വളരെ ദുഃഖത്തോടു കൂടി ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ താമസിച്ചു. എന്നാൽ അതിനുശേഷമായിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് അമ്മോന്യർ വന്നു. അമ്മോന്യർ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ഇസ്രായേലിൽ ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ അവൻ്റെ സഹോദരന്മാരുണ്ട്, വലിയ 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 കഴിവുകളും വലിയ വലിയ സാമർഥ്യമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാനുള്ള കഴിവ് അവർക്ക് ആർക്കുമില്ല. അത് ഇബ്താഹിനതുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അവനെ വിളിക്കുവാനായിട്ട് മടി തോന്നിയെങ്കിലും ഇന്നിപ്പോൾ അവനെ കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ കുടുംബവും തങ്ങളുടെ ദേശവും തങ്ങളുടെ കുഞ്ഞുകുട്ടികളും തങ്ങളുടെ ഭാര്യമാരെല്ലാവരും ശത്രുക്കൾക്ക് അടിമയായി പോകുമെന്ന് മനസ്സിലായപ്പോൾ അവരെ ഇസ്രായേലിൽ നിന്ന് ശ്രേഷ്ഠന്മാരെ മൂപ്പന്മാരെ തിരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യുവാനായിട്ട് ഇബ്താഹിനെ മടക്കിക്കൊണ്ടുവരുവാൻ ഇബ്താഹിൻ്റെ അടുക്കൽ അപേക്ഷയുമായിട്ട് ചെന്നു. അങ്ങനെ ഇബ്താഹ് ചില വാക്കുകളെല്ലാം അവരോട് സംസാരിച്ചതിന് ശേഷമായിട്ട് ഇബ്താഹ് ഇസ്രായേലിൽ വന്നു. ഇസ്രായേൽ അവനെ പടയെ നയിക്കുന്ന സർവ്വസൈന്യാധിപനാക്കി. അങ്ങനെ ഇസ്രായേൽ അമ്മോന്യരുമായിട്ട് യുദ്ധം ചെയ്ത് ഇബ്താഹ് മുഖാന്തരം ഇസ്രായേലിന് വലിയൊരു ജയം വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് ഇബ്താഹ് ഇസ്രായേലിന് ന്യായാധിപനായി തീർന്നുവെന്നും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മനുഷ്യൻ്റെയും കഴിവുകളെ സംബന്ധിച്ച് ദൈവം അവന് ഓരോരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ അവൻ എപ്പോഴാണ് അതിനുള്ള സാധ്യതകൾ വരുന്നത്, ആ കഴിവിനാൽ അവൻ എപ്പോഴാണ് ഉയർത്തപ്പെടേണ്ടത് എന്നൊക്കെയും ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നമ്മൾ വചനം വായിച്ചപ്പോൾ ഇവിടെ വായിച്ചത്, ദൈവം അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിനെന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാമർഥ്യം ഉപയോഗിക്കുവാനുള്ള, പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ദൈവം ഈ ലോകത്ത് അത് ഒരുക്കിയിട്ടുണ്ട്. അത് തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ നമ്മൾ മുമ്പ് പറയുന്നത് പോലെ അനേകരും ആ സമയം വരുന്നതിന് മുമ്പേ അവർ നിരാശപ്പെട്ട് അവർ ദൈവത്തോട് വെറുപെറുത്ത് സങ്കടപ്പെട്ട് തങ്ങളുടെ ജീവിതം പ്രവർത്തിക്കേണ്ട സമയം വരുമ്പോഴേക്ക് അതിനുവേണ്ടി ഒരുങ്ങുവാൻ സാധിക്കാതെ, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കാതെ അനേകർ തങ്ങളുടെ ജീവിതത്തെ പാഴാക്കുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ നിരാശപ്പെടുത്തുന്നതും നമ്മെ വ്യാകുലപ്പെടുത്തുന്നതും നമുക്കിനി ലോകത്ത് ജീവിക്കേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്നതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഏതൊരു പ്രവൃത്തിയാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, ഏതൊരു കഴിവാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതെന്ന് നമുക്കെന്നും വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് നമുക്കുള്ളൂ. അങ്ങനെ നാം താണിരിക്കുന്നുവെങ്കിൽ അത് നിശ്ചയമായിട്ടും ദൈവം ഇബ്താഹിനെ ഉയർത്തിയതുപോലെ ഉയർത്തുവാനായിട്ടിടയായിത്തീരും. അപ്പം മനുഷ്യൻ്റെ കഴിവുകളെക്കുറിച്ച് മനുഷ്യൻ അറിയാതെ പലപ്പോഴും മനുഷ്യൻ നിരാശപ്പെട്ടു പോകും. എന്നാൽ ഇവിടെ ഇബ്താഹിനെ ഭവനത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും അവൻ ഒരു അവകാശവും കൊടുക്കാതെ ദൂരദേശത്തേക്ക് അയച്ചിട്ടും അവനിനി അവിടെ അവകാശമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സന്ദർഭമായിട്ടും ഇബ്താഹ് നിരാശപ്പെടുകയോ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനൊന്നും തീരുമാനിച്ചില്ല. പിന്നെയോ അവൻ ആ ദേശത്ത് താമസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് ഉയർത്തുവാനുള്ള സന്ദർഭം വന്നു.
അപ്പോഴാണ് ഇബ്താഹിൻ്റെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യം വന്നത്. തങ്ങൾക്ക് പല കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷേ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാനുള്ള കഴിവ് അത് ഇബ്താഹിന് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. ദൈവം ഇബ്താഹിനെ ഉയർത്തുവാൻ ഉള്ള സന്ദർഭങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇബ്താഹിനെ ഇസ്രായേലിലേക്ക് മടക്കിക്കൊണ്ട് വന്നു. പിതൃഭവനത്തിൽ മാത്രമല്ല അവകാശം, പിന്നെയോ ഇസ്രായേലിനെ മുഴുവൻ ഭരിക്കുവാനുള്ള, ഇസ്രായേലിൻ്റെ ന്യായാധിപനാക്കി ദൈവം തീർത്തു. അതുപോലെ ജനവും ഇസ്രായേലിൻ്റെ ഭരണാധികാരിയായിട്ട് ഇബ്താഹിനെ അംഗീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവത്തിന് ജനമേ, നമ്മളിന്ന് പ്രഭാതത്തിൽ കർത്താവിനിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മൾ പലതിനെക്കുറിച്ച് നിരാശപ്പെടുന്നു, ഭാരപ്പെടുന്നു, ജീവിതം മുമ്പോട്ട് പോകണ്ട എന്ന് എല്ലാം ചിന്തിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടെങ്കിലും ദൈവം നമ്മിൽ വെച്ചിരിക്കുന്ന ആ കഴിവ് അത് ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ച് എന്നേക്കും സ്വർഗത്തിൽ ഒരു പേര് സമ്പാദിക്കുവാനും സ്വർഗത്തിൽ എന്നേക്കുള്ള ഒരു അവകാശം സമ്പാദിക്കുവാനുള്ളൊരു കഴിവ് ദൈവം നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് വിളിച്ചപ്പോൾ തന്നിട്ടുണ്ട്. ആ കഴിവ് തക്ക സമയത്ത് ഉപയോഗിക്കുവാനായി നമുക്ക് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നുകൊണ്ട് ഇബ്താഹിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കർത്താവ് വിളിച്ചപ്പോൾ, ദൈവം ശൗലിനെ വിളിച്ചപ്പോൾ അവനെക്കുറിച്ചുള്ള ഉദ്ദേശം, ദാവീദിനെ വിളിച്ചപ്പോൾ അവനെക്കുറിച്ചുള്ള ഉദ്ദേശം, എൻ്റെ കർത്താവ് അങ്ങനെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചപ്പോൾ അവരെക്കുറിച്ച് വ്യക്തമായൊരു ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ് അവരെ വിളിച്ചത്. അത് അവർ പ്രവർത്തിക്കുവാൻ ദൈവം ഒരു സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമയം വരെയും തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ച് ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൽ താണിരിക്കുന്നുവെങ്കിൽ അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ആ സമയം കർത്താവെ, ദൈവം അടികളെക്കുറിച്ച് വിളിച്ചിരിക്കുന്ന വിളിയുടെ ലക്ഷ്യവും ഉദ്ദേശവും അടികൾ നിവർത്തിച്ച് സ്വർഗത്തിൽ എന്നേക്കും മാറിപ്പോകാത്തൊരു പേര്, ഒരു നാമം സമ്പാദിക്കുവാൻ കർത്താവ് അടികളെ വിളിച്ചിരിക്കുമ്പോൾ അടികൾ നിരാശപ്പെട്ടു പോകാതെ, അടികൾ പിന്മാറിപ്പോകാതെ, പെറുപുറത്തു പോകാതെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ കർത്താവ് അടിയങ്ങൾ ദൈവമേ വീണു പോകാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ അടിയങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ലക്ഷ്യവും ഉദ്ദേശവും നിറവേറ്റി കർത്താവിന് മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം യോഗ്യതയുള്ളതായി തീരേണ്ടതിന് വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് അടിയങ്ങൾ നിരാശപ്പെട്ടതും പെറുപുറത്തതും എല്ലാം കർത്താവ് അടിയങ്ങളോട് ക്ഷമിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ അടിയങ്ങളുടെ സ്വന്തം ഗുണം കർത്താവ് കർത്താവ് അടിയങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. അത് ഈ ഭൂമിയിൽ, ഈ ലോകത്ത് താൻ നാമത്തിന് വേണ്ടി ഉപയോഗിച്ച് സാക്ഷ്യം പ്രാപിപ്പാൻ അടിയങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയെല്ലാം കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.